മലയാള സിനിമയുടെ ചരിത്രരേഖകൾ മ്യൂസിയമാക്കി വീട്ടിൽ സൂക്ഷിക്കുകയാണ് വകയാർ കൊല്ലൻപടി സിഗ്മ ഗാർഡൻസിൽ മനു ഭാസ്കർ. കറുപ്പിലും വെളുപ്പിലും കളറിലുമുള്ള സിനിമാ കാലങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ പേര് മനു ഭാസ്കർ. പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം വകയാറാണ് സ്വദേശം. ഇപ്പം ഞാൻ ഇവിടെ സിഗ്മ മ്യൂസിക് ആൻഡ് മൂവി ആർക്കൈവ്സ് പറഞ്ഞിട്ടൊരു ഫിലിം ആർക്കൈവ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആർക്കൈവ്സ് കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് സിനിമാ സംബന്ധമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് അത് പ്രിസർവ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മലയാള സിനിമയിലെ പ്രശസ്തരായ നിരവധി പേർ ചരിത്രരേഖകൾ തേടി സിഗ്മ ഗാർഡൻസിൽ എത്തിയിട്ടുമുണ്ട്. മീനമാസത്തിലെ സൂര്യന്റെ പ്രിന്റ് നഷ്ടമായപ്പോൾ സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ പ്രിന്റ് തേടിയെത്തിയത് ഇവിടെയാണ്. കല്ലച്ചു പ്രസിൽ തയ്യാറാക്കിയ സിനിമാ നോട്ടീസ് മുതൽ 80 പൈസ വിലയുണ്ടായിരുന്ന സിനിമാ പാട്ട് പുസ്തകങ്ങൾ വരെ മനുവിന്റെ പക്കലുണ്ട്. മലയാള സിനിമകൾക്ക് ലഭിച്ച ഷീൽഡുകളുടെ വലിയ കളക്ഷനും സിനിമയുടെ ചരിത്ര പുസ്തകങ്ങളും പഴയ ചലച്ചിത്ര ഗാനങ്ങളുടെ ഗ്രാമഫോൺ റെക്കോർഡുകളും കാസറ്റുകളും പഴയകാല സിനിമകളുടെ ഫിലിമുകളും ഇവിടെയുണ്ട്. ഇവിടെ പ്രധാനമായിട്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നത് പഴയ സിനിമകൾ. ഏതാണ്ട് മലയാള സിനിമയുടെ ഒരു 5000-ഓടടുത്ത് കളക്ഷൻസ് മലയാള സിനിമയുടെ മാത്രമുണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് ഇറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും മലയാള സിനിമയിലെ എല്ലാ പാട്ടുകളുടെയും കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്രാമഫോൺ റെക്കോർഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയോ കാസറ്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. പിന്നെ കൂടാതെ ഗ്രാമഫോൺ റെക്കോർഡ്സ് പല ടൈപ്പിലുള്ള, ഇത് വലിയ ടൈപ്പ്, ചെറുത്, അതുപോലെ തന്നെ LP, EP, പിന്നെ 78. അപ്പം അങ്ങനെയുള്ള ഗ്രാമഫോൺ റെക്കോർഡ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. അതുകൂടാതെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് സിനിമയുടെ നോട്ടീസുകളായിരുന്നു. ഒരു സമയത്ത് സിനിമയുടെ പരസ്യവുമായിട്ട് ബന്ധപ്പെട്ട് നോട്ടീസും അതുപോലെ തന്നെ പാട്ടുപുസ്തകങ്ങളും. അപ്പോൾ ഏതാണ്ട് നോട്ടീസ് ഒരു 80കളുടെ അവസാനം വരെയാണ് നോട്ടീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തുടക്കം മുതലുള്ള നോട്ടീസുകളുടെ ഒരു വലിയൊരു ശേഖരമുണ്ട്. അതൊക്കെ ഇയർ ബേസിൽ നമ്മൾ സോർട്ട് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഉദയ സ്റ്റുഡിയോയുടെയും മേരിലാൻഡ് സ്റ്റുഡിയോയുടെയും ചരിത്രം സിനിമാ പോസ്റ്ററുകളിലും നോട്ടീസുകളിലുമായി ചിതറിക്കിടക്കുന്നു. സംവിധായകൻ ഭരതൻ തന്റെ സിനിമകളുടെ പോസ്റ്ററുകൾക്ക് വേണ്ടി വരച്ച ഡിസൈനുകളും ഒറിജിനൽ പകർപ്പുകളും ഇവിടെയുണ്ട്. തിരുവനന്തപുരം മാർ ഇവാനീസ് കോളേജിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ സിനിമാ കമ്പമാണ് മലയാള സിനിമയുടെ ചരിത്രം സൂക്ഷിക്കാൻ മനുവിനെ പ്രേരിപ്പിച്ചത്. എല്ലാ സിനിമാ ഗാനങ്ങളുടെയും സംഗീത സംവിധായകരുടെയും ഗാനരചയിതാക്കളുടെയും പേരുകൾ മനുവിന് മനഃപ്പാഠമാണ്. ഇന്ന് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ എല്ലാ കളക്ഷനുകളും ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. സിനിമയിൽ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റായും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ സിനിമാ സംബന്ധമായ എൻസൈക്ലോപീഡിയയുടെ എഡിറ്റോറിയൽ ബോർഡ് അംഗവുമായി പ്രവർത്തിക്കുന്ന മനു ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്ദ ബിരുദവും നേടിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഫിലിം ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എസ് സുരേഷ് ബാബു എന്നുള്ള റൈറ്ററുടെ സ്ക്രിപ്റ്റ് അസിസ്റ്റന്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ എൻസൈക്ലോപീഡിയ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡ് മെമ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ വർഷമായിട്ട് അധ്യാപനം കൂടാണ്.